ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ പതിവില്ലാത്തൊരു വീഡിയോ ആണ്. ഇതൊരു ട്രാവൽ വീഡിയോ ആണ്. ഞാൻ പെട്ടെന്ന് അവിടെ ബാംഗ്ലൂർ സ്കൂളൊക്കെ ലീവായപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിലേക്ക് ട്രെയിനിലാണ് പോയത്. അപ്പോൾ ട്രെയിനിൽ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് നല്ല സീനറീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രെയിനിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും മോനും മാത്രം ഒരു 3 പേര് ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ നല്ല കാറ്റ്, രാവിലത്തെ നല്ല ഒരു ക്ലൈമറ്റിൽ നല്ല രസമുണ്ടായിരുന്നു. അവന് ബോറായതുകൊണ്ട് അവൻ എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഒരു ട്രെയിൻ യാത്ര. അപ്പോൾ നമുക്കധികം സമയമൊന്നുമില്ല. രാവിലെ ട്രെയിൻ കയറി കഴിഞ്ഞാൽ 6:00 6:30 കയറി കഴിഞ്ഞാൽ നമ്മളൊരു 2 മണി 2:15 ആകുമ്പോഴത്തേനും നമ്മൾ വീടെത്തും. അപ്പോൾ ട്രെയിനകത്ത് നല്ല രസമായിരുന്നു. എനിക്കിങ്ങനെ നല്ല ഇങ്ങനെ ഒതുങ്ങി യാത്ര ചെയ്യാതെ വളരെ ഇങ്ങനെ ട്രെയിനിലൊക്കെ പുറത്ത് കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനിലധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ആ യാത്ര. ഉറങ്ങാൻ തോന്നിയില്ല, ശരിക്കും പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് ടെൻഷൻ, പ്രോബ്ലംസ്, ഒരുപാട് ചിന്തകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് വളരെ നല്ലതാണ്. അതിപ്പോൾ നാട്ടിലേക്കാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ട്രെയിനിൽ ബ്രെഡ് ഓംലേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സിനിമയ്ക്കകത്ത് ഞാൻ ട്രെയിനിൽ ബ്രെഡ് ഓംലേറ്റ് മാത്രം കഴിക്കാനായിട്ട് ഒരമ്മ ട്രെയിനിൽ കയറുന്ന ഒരു സിനിമ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ശരി ബ്രെഡ് ഓംലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് കോഫിയും ബ്രെഡ് ഓംലേറ്റും ഓർഡർ ചെയ്തിട്ട് വാങ്ങി കഴിച്ചു. ശരിക്കും നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ അവിടുത്തെ ഒരു വീട്ടിനകത്ത് ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്നതും പുറത്തെ കാഴ്ച കാണുന്നതൊക്കെ ഒരു നല്ല സുഖമുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ കുറേ നേരം പുറത്ത് ജനലിൽ തന്നെ നോക്കിയിരുന്നു. നമ്മുടെ ഒരു മൈൻഡിന് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളും ഇങ്ങനത്തെ തണുത്ത കാറ്റൊക്കെ ഒരുപാട് റിലീഫ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതും ഇതേപോലത്തെ കാഴ്ചകളൊക്കെ അനുഭവിക്കുന്നതും വല്ലാത്തൊരു സുഖമാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ മെയിനായിട്ട് മിസ് ചെയ്യുന്നത് വീട്ടിലെ ഫുഡാണ്. ഓരോ നേരം കഴിക്കുന്ന ഫുഡ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യും. നാട്ടിൽ മാത്രം കിട്ടുന്ന കുറച്ച് കറികൾ, ചമ്മന്തി, ഡ്രൈ ഫിഷ്, ഇതേപോലുള്ള മുളക് വറുത്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വല്ലാതെ മിസ് ചെയ്യാറുണ്ട്. വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ ജോലിയിൽ ഇതൊന്നും കോംപ്രമൈസൊന്നും വരുത്തില്ല. എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ചെറിയ ക്രാഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കസ്റ്റമറിൻ്റെ 1-2 ഹാൻഡ് എംബ്രോയ്ഡറിയുടെ വർക്ക് ഉണ്ടായിരുന്നു. അത് തീർക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 1-2 ഡിസൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ക്ലോത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയം ഹാൻഡ് എംബ്രോയ്ഡറി തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കസ്റ്റമർ ചൂസ് ചെയ്ത ഒരു കളർ ഇതായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വന്നു. അപ്പോൾ അതിന് എംബ്രോയ്ഡറി ചെയ്തിട്ട് പോയിട്ട് ബാക്കി വർക്കുകൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ. ഞാനിത് ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് വരുന്ന പോലുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് പോർഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്, ആ ഒരു യോക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നിറയെ കളേഴ്സിൽ എംബ്രോയ്ഡറി ആയിട്ട്. വീട്ടിൽ ഓരോ നേരം കഴിക്കുന്ന ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇതേപോലെ ഇടിയപ്പവും കടലക്കറിയായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ നാട്ടിലേക്ക് പോകുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് വേറൊരു വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വൈറ്റ് ഇതേപോലെ കുർത്തയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രാത്രി ഒരു 9 മണിക്ക് ശേഷം അനിയൻ വന്നപ്പോഴാണ് ശരി പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും മോനും കൂടെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ രാത്രി ഒരു 10 മണിക്ക് ഇങ്ങനെ ആ ഭാഗത്ത് നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് എനിക്ക് അതിൻ്റെ നെക്സ്റ്റ് ഡേ എനിക്ക് കുറച്ച് പുറത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനാണ് ബൈക്ക് ഓടിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ KSRTC ബസ്സാണ്. പിന്നെ ആ ഒരു ദിവസം അങ്ങനെ പുറത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. പിന്നെ ഉച്ചയ്ക്ക് വന്ന് അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു ഡേ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും